പാലാ നഗരസഭയിൽ മായ രാഹുൽ ചെയർപേഴ്സണാകും. LDF പിന്തുണയോടെയാണ് വിജയം. മായ രാഹുലിന് 16 വോട്ടുകൾ ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിക്ക് 10 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. വിമത കൌൺസിലറായ ലിസക്കുട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. LDFന്റെ പിന്തുണയിൽ മായ രാഹുൽ ചെയർപേഴ്സണായിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ അഖിൽ കെ ഉണ്ട്. അഖിൽ, മായ രാഹുൽ ചെയർപേഴ്സണാകുന്നത് LDFന്റെ പിന്തുണയിലാണ്. എന്താണ് വിശദാംശം? അത് പിന്തുണയോടുകൂടി ചെയർപേഴ്സൺ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ സ്ഥാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായി തന്നെ കോൺഗ്രസിന്റെ അതായത് UDFന്റെ 9 കൗൺസിലർമാർ ഈ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അതായത് ഫലം പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി തൊട്ട് പിന്നാലെ അവർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ കൗൺസിലർമാർ ഹാളിനകത്തില്ല. ഈ 16 വോട്ടുകൾ, അതായത് മായ രാഹുൽ ലഭിച്ചത് 16 വോട്ടുകളായിരുന്നു. സാധാരണയിൽ വിമത സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിസിക്കുട്ടി ഈ അവസാന നിമിഷം കൂറുമാറിയതോടെയാണ് ഈ മായ രാഹുലിന് 16 വോട്ടായത്, അല്ലെങ്കിൽ 17 വോട്ടുകൾ ലഭിക്കേണ്ടതായിരുന്നു. അതോടുകൂടി എതിർ സ്ഥാനാർത്ഥിയുള്ള റിയ ചീരാങ്കുഴിക്ക് 10 വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ്. അതായത് മായ രാഹുലിന്റെ 16 വോട്ടുകളോടുകൂടി തന്നെ പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായി ആദ്യത്തെ 6 മാസത്തിൽ LDF അവിശ്വാസം കൊണ്ടുവരുന്നു. അവിശ്വാസം കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ അതിൽ വിമത കോൺഗ്രസ് UDFനൊപ്പം ഉണ്ടായിരുന്ന മായ രാഹുൽ ഉൾപ്പെടെയുള്ള 5 കൗൺസിലർമാർ വോട്ട് രേഖപ്പെടുത്തി ആ അവിശ്വാസത്തെ പാസ്സാക്കിയിരുന്നു. അവിശ്വാസം പാസ്സായതോടുകൂടി തന്നെ ഇന്ത്യ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിട്ടുള്ള റിയ ചീരാങ്കുഴി ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പിന്നാലെ തന്നെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഇവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുന്ന സാഹചര്യങ്ങൾ പോലും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 26 അംഗങ്ങളുള്ള നഗരസഭയാണ്. 26 അംഗങ്ങളും വന്നിരുന്നു, 26 അംഗങ്ങളും എത്തിയിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഈ വോട്ടിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഈ 16 പേരുടെ വോട്ട് മായ രാഹുലിന് ലഭിച്ചത്. തൊട്ടു പിന്നാലെ 10 വോട്ടുകളോട് തന്നെ കോൺഗ്രസിന്റെ കൗൺസിലറാണ് റിയ ചീരാങ്കുഴി. UDFന്റെ സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയായിരുന്നു. മത്സരിച്ച് റിയ 10 വോട്ടുകൾ നേടി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളുമുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാൻ ചെയർപേഴ്സന്റെ പ്രതികരണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം കൗൺസിലേഴ്സ് ഒരുമിച്ച് ചേർത്തെടുത്ത ഒരു ഡിസിഷൻ, അത്രയേ ഉള്ളൂ. പാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പാർട്ടിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മേജർ മെജോറിറ്റി ഇല്ലാത്ത പക്ഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം. പാലായുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ, ഈ ഒരു കണ്ടീഷനിൽ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാവരും സഹകരിച്ച് തന്നെ പാലയെ അതിൻ്റെ ഒരു പഴയ പ്രൗഢിയിലോട്ട് തന്നെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അല്ല, മാറി നിന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും മാനസികമായിട്ട് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ കുറിച്ച് അവർക്കല്ലേ അറിയുള്ളൂ. അല്ല, അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ലല്ലോ. ടേമിന്റെ കാര്യമൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ എലക്റ്റഡ് ആയി എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും ആയിട്ടില്ല. അല്ല, അർഹത എന്ന് പറഞ്ഞാൽ അന്ന് 13 ആയപ്പം ഞാനായിരുന്നു ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ. അതുകൊണ്ട് അങ്ങനെ ഒരു അർഹത ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. തുടർന്ന് ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാവരെയും ഒത്തൊരുമയോട് കൂടി തന്നെ പോകണം എന്നാണ് ആഗ്രഹം. സത്യത്തിനും നീതിക്കും ഇവിടെ വിജയം ഉണ്ടായി. ആ വിജയമാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ചെയർപേഴ്സൺ അതായത് സന്തോഷം പങ്കുവെക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് പാലാ നഗരസഭയുടെ 6 മാസം ശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 മാസത്തിന് ശേഷം തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ മായ രാഹുൽ ചെയർപേഴ്സൺ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. LDFന്റെ പിന്തുണ, LDFന്റെ 12 വോട്ടുകൾ കൂടി നേടിക്കൊണ്ടാണ് എന്തായാലും ഇപ്പോൾ മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിന് കൂടി ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചടിയായിരിക്കുന്നു പാലയുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. പാലാ നഗരസഭ വീണ്ടും LDFന്റെ കയ്യിലേക്ക് എത്തുകയാണ്. അതിൽ മായ രാഹുൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ 10 വോട്ടുകൾ, CPMന്റെ 2, കോൺഗ്രസ് വിമതരുടെ 3, മായയുടെ തന്നെ വോട്ട്, ഇത്രയും ചേർത്ത് 16 വോട്ടുകളാണ് മായ രാഹുലിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.